കാലിക്കറ്റ് മെട്രോ ഹോസ്പിറ്റലിൽ ഇപ്പാൻ്റെ സർജറിക്കായിട്ട് നിന്നിരുന്ന എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. രാവിലെ 4 മണി 4:30 ആകുമ്പോഴത്തേന് അവർ ബെഡ്ഷീറ്റും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റൂമിലേക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മളെല്ലാവരും നീച്ചിട്ടുണ്ടാവും കേട്ടോ റൂമിൽ. പിന്നെ എല്ലാവരും ബ്രഷൊക്കെ ചെയ്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കിലായിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം സംസാരിച്ചിരിക്കും. ഇത് ഞങ്ങളെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഞങ്ങളുടെ 3rd ഫ്ലോറിലാണ് റൂം വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിലായതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ വ്യൂസൊക്കെ കാണലുണ്ട്. പിന്നെ ഞാൻ നേരെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിക്ക് പോവാം കേട്ടോ. ക്യാൻറ്റീൻ വരുന്നത് 6th ഫ്ലോറിലാണ്. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് എത്തിയപ്പോഴത്തേനും ഇപ്പാക്കിലെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഷ്യൻറ്റിനുള്ള ഫുഡ് ഇങ്ങനെ റൂമിലേക്ക് കൊടുന്നു തരുവേ. പിന്നെ കുറച്ച് നേരം പണത്ത് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഇവരിങ്ങനെ ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരും നഴ്സുമാർ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ക്യാൻറ്റീനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. മസാല ദോശയും ഒരു കോഫിയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ താഴത്തുള്ള ഫ്ലോർക്ക് പോകാൻ കേട്ടോ. കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ റൂമിലേക്ക് വാങ്ങിക്കൊണ്ടുവരാനുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് താഴത്ത് പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങി റൂമിൽ കൊടുത്തിട്ട് ഞാൻ വീണ്ടും ക്യാൻറ്റീനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലറ്റും ഒരു ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വരാന്തി കൂടി നടന്നിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു 12 മണി 12:30 ആയപ്പോഴത്തേനും ഇപ്പാക്കിലെ ഫുഡ് റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇവിടെ പേഷ്യൻസിന് ഫുഡ് വരുന്നത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോഴേക്കും ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് താഴത്തെ റൂമിലേക്ക് പാർസൽ വാങ്ങി കൊടുത്തിരിക്കുകയായിരുന്നു റൂമിലിരുന്ന് പനപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അധികം ഇവിടുന്ന് മീൽസാണ് ഉച്ചയ്ക്ക് കഴിക്കൽ കേട്ടോ. ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ മീൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ നീക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ നഴ്സുമാർ വന്നിട്ട് ഇങ്ങനെ പ്രഷറും കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. ഈവനിങ് ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു കോഫിയും അതേപോലെ അതിക്ക് പോക്കറ്റ് ഷവർമയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ക്യാൻറ്റീൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ താഴത്തെ ഹൈവേ ആയതുകൊണ്ട് കുറേ നേരം ഞാൻ ഇവിടെ വന്നിരിക്കലുണ്ട്. പിന്നെ ഇമ്മാക്കൂട്ടുള്ള സ്നാക്സ് ഞാൻ അങ്ങനെ പാർസലാക്കി റൂമിലേക്ക് വാങ്ങിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഹോസ്പിറ്റലിൽ മെയിനായിട്ട് സർജറിയും കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റേഴ്സിനെ തീരെ പറ്റൂല കേട്ടോ. റൂമിൽ വന്ന് ഞാനൊരു ഓറഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ക്യാൻറ്റീനിക്ക് വീണ്ടും നൈറ്റത്തെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ നൈറ്റിലെ ഹൈവേൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് എത്തിയപ്പോഴത്തേനും ഇപ്പാക്കിലെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. പത്തിരിയായിരുന്നു.